നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നമ്മൾ പ്രതിഷേധിക്കുക സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധം ഒരു യാത്രക്കാരൻ നടത്തിയിരിക്കുകയാണ്. പ്രവാസി മലയാളിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. എന്താണ് കാരണം എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. എയർ ഇന്ത്യയുടെ പ്രവാസദ്രോഹ നടപടികൾ, ഇതിനെതിരെയാണ് പ്രവാസി മലയാളിയുടെ പ്രതിഷേധം. എയർ ഇന്ത്യ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്റർ ലഗേജിൽ ഒട്ടിച്ചാണ് കോഴിക്കോട് വാണിമേൽ സ്വദേശി കുഞ്ഞിപ്പറമ്പത്ത് നൌഫലിന്റെ വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത്. യുവാവ് എയർ ഇന്ത്യക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പ്രവാസി യാത്രക്കാരെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന എയർ ഇന്ത്യ ബഹിഷ്കരിക്കുക, മറ്റു കമ്പനികളുടെ വിമാനങ്ങളിൽ സുഖമായി യാത്ര ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. മാത്രമല്ല, എയർ കേരളയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവാസികൾ കാത്തിരിക്കുന്നുവെന്നും ലഗേജിൽ ഒട്ടിച്ച പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഒമാനിലെ മസ്കറ്റിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു ഈ പ്രതിഷേധം അരങ്ങേറിയത്. കഴിഞ്ഞ ശനിയാഴ്ച മസ്കറ്റിലെത്തേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. 2 തവണ അദ്ദേഹത്തിന്റെ യാത്ര എയർ ഇന്ത്യയുടെ അനാസ്ഥ കാരണം മുടങ്ങിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഒരു തവണ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മടങ്ങി പോകേണ്ടി വന്നു. തുടർന്ന് മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. US-ലെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സ്ഥലത്തെത്തിയില്ല. പകരം റഷ്യയിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട വിമാനമാണ് ഇത്തരത്തിൽ അവിടെ എത്തുന്നതിന് മുൻപേ റഷ്യയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. സാങ്കേതിക തകരാറ് കാരണമാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചതെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. വഴിതിരിച്ചുവിട്ടത് എയർ ഇന്ത്യയുടെ AI-183 നമ്പർ വിമാനമാണ്. വിമാനം റഷ്യയിലെ ക്രാസ്നോയാർസ്ക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്ന് കമ്പനി അറിയിച്ചു. കാർഗോ ഏരിയയിൽ പ്രശ്നം കണ്ടെത്തി ഇതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് എന്നും കമ്പനി അറിയിച്ചിരുന്നു. വിമാനത്തിൽ 225 യാത്രക്കാരും 19 ജീവനക്കാരും ഉണ്ടായിരുന്നു. പിന്നെ തുടർന്ന് എല്ലാവരെയും വിമാനത്താവളത്തിലെ ടെർമിനൽ ബിൽഡിംഗിലേക്ക് മാറ്റിയെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എയർ ഇന്ത്യക്ക് ക്രാസ്നോയാർസ്ക് വിമാനത്താവളത്തിൽ സ്റ്റാഫുകളില്ല. അതുകൊണ്ട് യാത്രക്കാർക്ക് അവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ മറ്റൊരു കമ്പനിയെ ഏർപ്പെടുത്തുകയായിരുന്നു. വിമാനത്താവള അധികൃതരുമായും സർക്കാരുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. യാത്രക്കാർക്ക് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാനായി എത്രയും വേഗം പകരം വിമാനം ഏർപ്പെടുത്തുമെന്നും കമ്പനി അറിയിച്ചിരുന്നു. യാത്രക്കാരെയും ജീവനക്കാരെയും കുറിച്ച് ആശങ്കയുണ്ട്. മറ്റൊരു ഫ്ലൈറ്റ് എത്രയും വേഗം ഏർപ്പാടാക്കും. എല്ലാവരുടെയും ആരോഗ്യം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കിയിരുന്നു. വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായാണ് ലാൻഡ് ചെയ്തത്. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പിന്നീടും വ്യക്തമാക്കി. കഴിഞ്ഞ വർഷവും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ റൂട്ടിൽ എയർ ഇന്ത്യക്ക് വിമാനം വഴിതിരിച്ചു വിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.